ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റജിനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കക്ക ഇറച്ചി റെസിപ്പിയുമായിട്ടാണ്. കക്കയ്ക്ക് എരുന്തു എന്നുകൂടി ചിലയിടത്ത് പറയാറുണ്ട്. കക്ക വെച്ചിട്ടുള്ള ഈ കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ്. വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് 2 കിലോ തോടോട് കൂടിയിട്ടുള്ള കക്കിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഒരു 3-4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇനി ഇതേമാതിരിയുള്ള വലിയ പാത്രത്തിലിട്ട് അടുപ്പിലേക്ക് വെക്കാം. അടുപ്പിൽ വെക്കുമ്പോൾ തീരെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ധാരാളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇത് ഒരു കോരി കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തോടൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഇതിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കേണ്ടതാണ്. കക്ക തണിയുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ തോട് കളഞ്ഞ് അതിൽ നിന്നും ഇറച്ചി എടുക്കാം. തോടൊക്കെ മാറ്റിയതിന് ശേഷം ആകെ നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന ഇറച്ചി മാത്രമാണ് ഉണ്ടാവുക കേട്ടോ. തോട് മാറ്റിയ കക്ക ഇറച്ചിയിൽ നിന്നും അതിൻ്റെ വേസ്റ്റ് നീക്കം ചെയ്യേണ്ടതാണ്. ഓരോ കക്ക എടുക്കുമ്പോഴും അതിലൊരു ചെറിയ കറുത്ത നിറത്തിലുള്ള ഭാഗം കാണാം. അത് കളഞ്ഞാൽ മതിയാകും. ഇതേമാതിരി എല്ലാ കക്കയും അതിൻ്റെ തോട് കളഞ്ഞ് വേസ്റ്റ് നീക്കം ചെയ്തതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. സവാള നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടികൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ കക്ക പുഴുങ്ങിയെടുത്തിട്ടുണ്ടല്ലോ, ആ സമയത്ത് കിട്ടുന്ന വെള്ളം അരിച്ചത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ കക്ക ഇറച്ചിക്ക് നല്ല പുളി കിട്ടും. നല്ല സ്വാദും കറിക്കുണ്ടാകുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 7 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളിയാണ്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വറവ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ഓർക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.